പ്രസാദേട്ടാ, തിരുമേനി വന്നില്ലല്ലേ? ഇല്ല. അദ്ദേഹം 8:30 മുമ്പ് വരാമെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഇപ്പൊ 8:30 ആയല്ലോ. ഇനി തിരുമേനി വൈകൂ? തിരുമേനി എത്തിക്കോളും. അപ്പച്ചി. ഹായ് മാമസേ, ഡാഡി. ദാസ്. ഓക്കെ, താനും പാടും. ഓ, ഞങ്ങള് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ അല്ലേ? നിങ്ങള് കൃത്യസമയത്ത് തന്നെ എത്തിയ, പക്ഷേ തിരുമേനി ഇതുവരെ എത്തിയില്ല. അതെ, മുഹൂർത്തം നോക്കുമ്പോഴേ 2 മാസത്തിനുള്ളിലെ മുഹൂർത്തം നോക്കാൻ പറയണം. 2 മാസം കഴിയുമ്പോഴേ ദാസിന്റെ ലീവങ്ങ് തീരും. തിരികെ പോകാനുള്ളതാ. അത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? അത് പറയാം, ഓർമ്മയുണ്ട്. ചിലപ്പോഴേ ഈ 2 മാസത്തിനുള്ളിൽ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മുഹൂർത്തം കിട്ടണമെന്നില്ല. അത് പ്രസാദേട്ടനാണോ തീരുമാനിക്കുന്നത്? തിരുമേനി വരട്ടെ, അതൊക്കെ തിരുമേനി പറയും. മാമസിന് കോഫി എടുക്കട്ടെ? ഓ, എനിക്കൊന്നും വേണ്ട. ദാസിന് വേണമെങ്കിൽ കൊടുക്കാം. ഡാഡിക്ക്? എനിക്കും വേണ്ട മോളെ, തിരുമേനി വരട്ടെ. ആടി, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. അറിഞ്ഞതൊക്കെ ശരിയാ. ദുർഗേച്ചിക്ക് ആദ്യം കൊണ്ട് ആതിരെ വിവാഹം കഴിപ്പിക്കാൻ തിടുക്കുമായില്ലേ? ആദി ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് അവനോ അവന്റെ അച്ഛനോ അമ്മയോ അല്ലേ തീരുമാനിക്കേണ്ടത്. അതൊന്നും നമ്മുടെ കാര്യത്തിൽ പ്രായോഗികമല്ലല്ലോ ജയേട്ട. ആതിരയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. വിവാഹം നിശ്ചയിക്കുകയാണ് ലക്ഷ്യം. എന്നിട്ട് പ്രസാദേട്ടൻ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറയാതെ എങ്ങനെയാ? ചന്ദ്രദാസേട്ടനും ദുർഗേച്ചിയും ചേർന്ന് എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വിജയിക്കുന്നൊന്നും അറിയില്ല. അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം പ്രസാദേട്ട. അത് നമ്മുടെ ആവശ്യം മാത്രമല്ല, കുട്ടികളുടെ ജീവിതം വെച്ചുള്ള കളിയാ. അവരെ വിഷമത്തിലാക്കരുത്. ഇനിയും അവരെ അകലാൻ സമ്മതിക്കരുത്. എന്ത് കാര്യ പ്രസാദേട്ടൻ ചെയ്തു വെച്ചേക്കുന്നത്? എന്നോട് പറയാൻ പറ്റുന്നതാണോ? പിന്നെ ഞാൻ വിളിക്കാം. അല്ല, എന്താ പറ്റിയേ? വിളിക്കാം. ഏട്ടാ, എന്താ കോള് കട്ട് ചെയ്ത് കളഞ്ഞത്? എന്നെ കണ്ടതുകൊണ്ടാണോ? അപ്പച്ചൻ ചന്ദ്രദാസം പോയോ? അവരങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നവരല്ലല്ലോ. കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കേണ്ട ആള് ഇങ്ങനെ ഒഴിഞ്ഞുമാറി നിന്നാലെങ്ങനെയാ? ഞാൻ ഒഴിഞ്ഞു മാറിയതൊന്നുമല്ല. സാമാന്യ മര്യാദ എന്നൊന്നില്ലേ പ്രസാദേട്ടാ? വീട്ടിലൊരാള് വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? വന്നിരിക്കുന്നതേ എനിക്ക് വേണ്ടപ്പെട്ടവരല്ല. പ്രസാദേട്ടന്റെ അച്ഛന്റെ അനിയത്തിയും അവരുടെ മകളുടെ ഭർത്താവുവാ. എന്തിനു വന്നൊന്നെങ്കിലും പോയി ചോദിക്കാൻ പാടില്ലേ? അത് മുഹൂർത്തം നിശ്ചയിക്കാനൊക്കെ ആവും. വന്നതാവും എന്നല്ല, അവരതിനു വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത്. ആ സമയത്ത് പയ്യന്റെ അച്ഛൻ വീട്ടിൽ വന്നവരെ മൈൻഡ് ചെയ്യാതെ അകത്തളത്തില് പോയിരുന്ന എങ്ങനെയാ ശരിയാവുക? പെണ്ണിന്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും? അവരെന്ത് വേണ വിചാരിച്ചോട്ടെ. അപ്പോ ഈ വിവാഹത്തിന് പ്രസാദേട്ടന് സമ്മതമല്ല. എന്റെ ജീവനേക്കാളും വലുതായി പ്രസാദേട്ടൻ ആദിയുടെയും തുളസിയുടെയും വിവാഹത്തെ കാണുന്നു. ഞാനിതിന്ന് മനസ്സിലാക്കേണ്ടത് അതല്ലേ? എടോ, താൻ വെറുതെ എഴുതാപ്പുറം വായിക്കുക. ആവശ്യാനുസരണം എഴുതി ചേർക്കാൻ പാകത്തിന് പ്രസാദേട്ടൻ തന്നെ ഒഴിച്ചിട്ടിട്ടുണ്ടല്ലോ പേജുകള്. ഞാനിപ്പോ എന്താ വേണ്ടേ? പ്രസാദേട്ടൻ അവരുടെ അടുത്തേക്കൊന്ന് ചെല്ല്. മുഹൂർത്തം നോക്കാനുള്ള തീരുമാനമായിട്ട് അവര് വന്നിരിക്കുന്നത്. അവിടെ ചെന്ന് വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. പ്രസാദേട്ടന്റെ ഈ മൗനവും ഒഴിഞ്ഞു മാറലും ഒക്കെ അവരെ അപമാനിക്കുന്നതിന് തുല്യമാ. അതുകൊണ്ട് വീട്ടിൽ വന്നവരെ അപമാനിക്കാതെ ഒന്ന് അവരുടെ അടുത്തേക്ക് ചെല്ല്.
എത്രയായി? 60 രൂപ. നമസ്കാരം. നമസ്കാരം തിരുമേനി. ഞാൻ പറഞ്ഞൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഓർമ്മയുണ്ട്. എന്നാ വന്നാട്ടെ. ഇനി എപ്പോഴാ തിരുമേനി എഴുന്നള്ള? വരൂ ദുർഗ. ആ നമസ്കാരം. വരണം വരണം. നമസ്കാരം. നമസ്കാരം തിരുമേനി. എന്താ വൈകിയത്? ഞങ്ങള് കുറെ നേരമായിട്ട് കാത്തു നിൽക്കായിരുന്നു. റോഡ് മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് അല്ലേ? ബ്ലോക്കും കഴിഞ്ഞ് ഇവിടെ എത്തണ്ടേ? തിരുമേനി ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ തിരുമേനി. തിരുമേനിക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. ഞാനിപ്പോ വരുന്ന വഴിക്ക് കുടിച്ചതേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പ്രസാദ് സാറേ, എന്നോട് ഇത്രയിടം വരെ വരാൻ പറഞ്ഞത് എന്തിനാണാവോ? അത് എടോ പറയടോ. എന്റെ മോനെ കൊണ്ട് ദാ ഇവളെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ഇവള് ആതിര, ഈ നിൽക്കുന്ന ചന്ദ്രദാസേട്ടന്റെ മകളാണ്. ഇവരും ഞങ്ങളും ബന്ധുക്കളാ. എന്റെ മോളുടെ ഭർത്താവും അവളുടെ മോളും ഇവര്. മുറപ്രകാരം ഇവള് എന്റെ മരുമകള് തന്നെയാ. അതെ, ഇവര് അമേരിക്കയിലായിരുന്നു. ഞാനിപ്പോ എന്താ വേണ്ടേ? ആദിയുടെയും ആതിരയുടെയും വിവാഹം നടത്താനുള്ള അനുയോജ്യമായ ഒരു മുഹൂർത്തം തിരുമേനി ഒന്ന് നോക്കി പറയണം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിലാ ഞങ്ങൾ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ വിവാഹം നടക്കണം. അപ്പൊ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കണം. ശരി, നോക്കാം. എന്താ തിരുമേനി, എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പം? ദുർഗാമ്മേ, നിങ്ങളോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം കൃത്യമായി പരിശോധിക്കുമ്പോഴും വേറെ ദോഷങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒരു നല്ല മുഹൂർത്തം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അയ്യോ, 2 മാസത്തിനുള്ളിൽ നല്ല മുഹൂർത്തം ഇല്ലേ? ഇല്ല സാറേ, മരുന്നിന് പോലും ഒരു നല്ല മുഹൂർത്തം ഇല്ല. രണ്ടു മാസത്തിനുള്ളിൽ മുഹൂർത്തം ഇല്ലെങ്കിൽ കുഴപ്പമാവുമല്ലോ. 2 മാസം കഴിയുമ്പോൾ എന്റെ ലീവ് കഴിയും. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. പിന്നെ എപ്പോ ഈ വിവാഹം നടത്തും? തിരുമേനി, തിരുമേനി ഒന്നുകൂടെ നോക്കിക്കേ. മംഗളാമ്മേ, ഞാൻ സാധാരണ മുഹൂർത്തം നോക്കുമ്പോഴും 1 പ്രാവശ്യം പരിശോധിക്കാറുണ്ട്. ഇതും അങ്ങനെ നോക്കി തന്നെയാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഈ 2 മാസവും ഇല്ല എന്നുള്ളതാ സത്യം. മുഹൂർത്തം ഇല്ലേ? പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി 2ഉം കൽപ്പിച്ചൊരു മുഹൂർത്തം അങ്ങ് കുറിക്കാവുന്നതാ. ഒരു നിമിഷം തിരുമേനി. ആയിക്കോട്ടെ. അപ്പച്ചി ഒന്ന് വന്നേ. വാ അപ്പച്ചി. എന്താ ദുർഗ? ഒരു കാര്യം പറയട്ടെ അപ്പച്ചി, ഈ തിരുമേനി പറയുന്നത് കൃത്യമല്ലെങ്കിലോ? അതിപ്പോ നമ്മൾ എങ്ങനെ അറിയാനാ? അതെ, വേറെ 1-2 ജോത്സ്യന്മാരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അവരെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്നാ വിളിക്കേ.
പറയൂ മാഡം. ആ ജോത്സരെ, ഞാൻ വിളിച്ചത് ഒരു വിവാഹത്തിന്റെ മുഹൂർത്തം നോക്കാനായിരുന്നു. 2 മാസത്തിനുള്ളിൽ വിവാഹം നടത്തണം. ആ, ഞാനൊന്ന് നോക്കട്ടെ. ആ 2 മാസത്തിനുള്ളിൽ വിവാഹം നടത്താനുള്ള ഒരു മുഹൂർത്തം കാണുന്നില്ലല്ലോ ദുർഗ മാഡം. ജോത്സർ എന്താ പറയുന്നേ? ഈ പൂജാരി പറഞ്ഞത് തന്നെയാ പറഞ്ഞ 2 മാസത്തിനുള്ളിൽ മുഹൂർത്തം ഇല്ലാന്ന്. ഞാൻ വേറൊരാളെ ഒന്ന് വിളിച്ചു നോക്കാം. എല്ലാരോടും ചോദിക്കും. ആ ഞാനേ ഒരു മുഹൂർത്തം നോക്കാൻ വിളിച്ചതാ. 2 മാസത്തിനുള്ളിൽ ഒരു നല്ല നാള് വേണം. എന്റെ മകന്റെ വിവാഹത്തിന് മുഹൂർത്തം നോക്കാൻ വേണ്ടിയാ. 2 മാസത്തിനുള്ളില്. ദുർഗെ, ആ സുശീലേ, വാ അകത്തോട്ടിരിക്കാം. ഏയ് വേണ്ട. പ്രസാദേട്ടാ ഓർമ്മയില്ലേ? ഇത് തന്റെ കൂട്ടുകാരല്ലേ അന്ന് മോളിൽ വെച്ചോണ്ട ക്ലാസ്? ആ അത് തന്നെ, ഓർമ്മയുണ്ടല്ലേ? വാ അകത്തോട്ടിരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ലടി. അപ്പച്ചി, ഞാൻ എന്റെ മകന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. ആഹാ, മോന്റെ കല്യാണമൊക്കെ ആയോ? ആ കൊള്ളാം, നന്നായി. ഞങ്ങളുടെ മോന്റെ വിവാഹം ഉടനെ ഉണ്ടാവും. കുട്ടികളെ അവരുടെ നല്ല പ്രായത്തിൽ വിവാഹം കഴിപ്പിക്കണം. എന്നാലേ അവർക്ക് ജീവിതത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. ദാ ഇതാണ് കല്യാണം. മാസമാണോ കല്യാണം? അടുത്ത മാസം 21-ന് വീരണം കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാ വിവാഹം. നിങ്ങൾ കുടുംബസമേതം വരണം. അടുത്ത മാസം വിവാഹത്തിന് മുഹൂർത്തമുണ്ടോ? ഇനിയുള്ള 2 മാസം കല്യാണ മുഹൂർത്തം പേരിന് പോലും ഇല്ലെന്നാണല്ലോ തിരുമേനി പറഞ്ഞ്. ഏത് തിരുമേനി അങ്ങനെ പറഞ്ഞത്? അകത്തിരിപ്പുണ്ട്. വാ വാ ദാ, നീ ഇങ്ങോട്ട് മാറങ്ങോട്ട്. വന്നേ. ദാ ഈ തിരുമേനിയാ. എവളായിരുന്നു ഇത്? പേടാ കൂടെ ആവുമല്ലോ. ഈ തിരുമേനിയാണോ പറഞ്ഞത്? ആ സത്യത്തില് ഇവിടെ എന്റെ മോന്റെ വിവാഹത്തിന് മുഹൂർത്തം നോക്കുമായിരുന്നു. അപ്പോഴാ 2 മാസത്തേക്ക് മുഹൂർത്തം ഇല്ലാന്ന് തിരുമേനി പറഞ്ഞത്. ഈ തിരുമേനി തന്നെയാ എന്റെ മോന്റെ വിവാഹത്തിന് നാള് കുറിച്ചത്. അയ്യോ തിരുമേനി, അപ്പൊ തിരുമേനി ഞങ്ങളെ പറ്റിക്കായിരുന്നോ? എന്റെ മോന്റെ വിവാഹത്തിന് അപ്പൊ തെറ്റായ മുഹൂർത്തമാണോ തിരുമേനി കുറിച്ചു തന്നത്? ഏയ്, ആ മുഹൂർത്തത്തിന് ഒരു കുഴപ്പമില്ല. 2 മാസത്തിനുള്ളിൽ വിവാഹത്തിന് പറ്റിയ മുഹൂർത്തമില്ലെന്ന് പിന്നെ എന്തിനാ തിരുമേനി ഇവരോട് പറഞ്ഞത്? ആ അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മകന്റെ നക്ഷത്രപ്രകാരം മുഹൂർത്തമുണ്ട്. ഇവരുടെ മകന്റെ നക്ഷത്രപ്രകാരം മുഹൂർത്തം ഇല്ല. അതുകൊണ്ടാ അങ്ങനെ കുറിച്ചത്. എനിക്ക് പോയിട്ട് ഇത്തിരി അത്യാവശ്യമുണ്ട്. അപ്പൊ ഇറങ്ങട്ടെ. ശരി. ആ ഓക്കെ. അല്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ഞാൻ അപ്പൊ തിരുമേനി നിങ്ങളോട് മുഹൂർത്തം ഇല്ലെന്ന് കള്ളം പറഞ്ഞതാ. അയ്യോ, നിന്റെ മോന്റെ വിവാഹം നടത്താതിരിക്കാൻ വേണ്ടി തിരുമേനിക്ക് ആരെങ്കിലും പണവും മറ്റോ കൊടുത്ത് സ്വാധീനിച്ചു കാണും. അതാ തിരുമേനി കള്ളം പറഞ്ഞത്. ഏതായാലും എന്റെ മോന്റെ വിവാഹത്തിന് വരാൻ മറക്കരുത്. ശരി, വരാം. തിരക്കുള്ളത് കൊണ്ടാ ഞാൻ ഇരിക്കാത്തത്. ദുർഗയും മോനെയും കൂട്ടി വിവാഹത്തിന് വരണം. പ്രസാദേ, നിന്നോടും കൂടിയാ പറയുന്നേ. ആ അപ്പൊ കാണാം. പ്രസാദേട്ട ഒന്ന് നിന്നേ. എല്ലാം എനിക്ക് മനസ്സിലായി. വെറുതെ അവരുടെ മുമ്പിൽ നാണം കെടാൻ നിൽക്കണ്ട. അവിടെ നിൽക്ക്. എടോ സോറി അപ്പച്ചി. ആ തിരുമേനി ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാരമില്ല അപ്പച്ചി. വിവാഹത്തിന് കൃത്യമായ മുഹൂർത്തം കുറിച്ചു തരുന്ന വേറെയും ജ്യോത്സ്യന്മാരുള്ള നാടല്ലേ ഇത്. നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം. ഇനി എന്ത് തന്നെ വന്നാലും, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും, ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നമ്മൾ നടത്തിയിരിക്കും.
ദുർഗേച്ചി എനിക്ക് മനസ്സിലാവും. അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഏതൊരാൾക്കും പറയാതെ തന്നെ അറിയാൻ കഴിയും. പക്ഷേ ദുർഗേച്ചി ഒരിക്കലും ആദ്യം തുളസിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല. അതിനുവേണ്ടി നമ്മൾ എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കാര്യമില്ല. ദുർഗേച്ചിയുടെ സ്വഭാവം മാറ്റിയെടുക്കണം. അത് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യം ചെയ്യട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ദുർഗേച്ചി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പോലെ അല്ല പ്രസാദ്. ചിലപ്പോ ഒരു അച്ഛന്റെ സ്നേഹവുമായി തുളസിയുടെ അടുത്തേക്ക് ഓടിവരും. അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ആദ്യമായുള്ള വിവാഹത്തിന് അവൾക്ക് പ്രതീക്ഷ കൊടുക്കും. അതേസമയം മറ്റു ചിലപ്പോ വേറൊരാളാവും. തുളസിയെ തീരെ മൈൻഡ് ചെയ്യില്ല. വിവാഹ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങനൊരു കാര്യമുണ്ടെന്നുള്ള ഭാവമേ ഇല്ല. അതിനെക്കുറിച്ച് ഞാനും ആലോചിക്കാറുണ്ട്. തുളസിമോളോടൊപ്പം ഊണ് കഴിക്കണമെന്നും പറഞ്ഞ് അവളെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടു പോകും. അതേ ആള് തന്നെ അവളുടെ ചെകിട്ട് തടിക്കുകയും ചെയ്യുന്നു. പ്രസയ്ക്ക് ഓരോ ദിവസം ഓരോ സ്വഭാവമാണ്. ദുർഗേച്ചിയുടെ ഭീഷണി കൊണ്ടാവും. അത് തന്നെയാവും കാരണം. എല്ലാം മറന്ന് മകളെ കാണാൻ ഓടി വരുന്ന അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മറ്റൊന്നാണല്ലോ. ആരെയും പിണക്കാതെ കുടുംബത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം. ആ ഒരു വിഷമത്തില പ്രസാദേട്ട്. അമ്മേ, മാമനെ കുറിച്ചാണല്ലോ ചർച്ച. നിന്റെ മാമനെ ഒരു തരത്തിൽ ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്ന് പറയായിരുന്നു. ഞാനും അതിനെക്കുറിച്ച് എന്നെ കുറച്ചു ദിവസമായിട്ട് ആലോചിക്കുന്നത്. ചിലപ്പോ എന്നെ മോളേന്ന് വിളിക്കും. ഓർക്കാതെ അച്ഛനാണെന്നൊക്കെ പറയും. പിന്നെ അബദ്ധം മനസ്സിലാക്കി തിരുത്തി പറയും. ഇനിയിപ്പോ അത് വട്ടാണോ? കഴിഞ്ഞ ദിവസം എന്നെ നോക്കി ആരും കാണാതെ കരയാ. കാരണം ചോദിച്ചപ്പോ കണ്ണിൽ പൊടിപോയതാണെന്നും. അതൊക്കെ കള്ളമാണെന്ന് ആർക്കാ മനസ്സിലാവാത്തെ? അല്ല, നീ എവിടെയായിരുന്നു പോയത്? ഞാനും ആദ്യം കൂടി പുതിയൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പുതിയ തീരുമാനോ? ഒരാളെ വളയ്ക്കുന്ന തീരുമാനം. ആളെ വളയ്ക്കാനോ? ആ, കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും അവനെ ഏൽപ്പിച്ച ദൗത്യല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ആരെ വളയ്ക്കുന്ന കാര്യോ? ആദിയുടെ അമ്മേ, നമ്മുടെ ദുർഗമ്മേ. നീ എന്തൊക്കെയാ പറയുന്നേ? ഉരുളണ്ട. എല്ലാവരും അറിഞ്ഞുകൊണ്ടാ ആദ്യം ഇത് എന്റെ അടുത്ത് പറഞ്ഞെന്ന് എനിക്കറിയാം. എന്നെ ആദ്യം പരസ്പരം അകറ്റാൻ നോക്കുന്ന ഒരേ ഒരാള് ദുർഗാമ്മയാ. അതുകൊണ്ട് പുലിയെ അതിന്റെ മടയിൽ പോയി തന്നെ ആക്രമിക്കാൻ തീരുമാനിച്ചു. നീ വെറുതെ ഓരോ വയ്യാവേലിക്ക് നിൽക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. അവളെ പിന്തിരിപ്പിക്കണ്ട. അവരുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. ആ, അതാണ്. ഇതേ ഒരു പ്രത്യേക തരം ആക്രമണം. നീ വെറുതെ ആക്രമിക്കാനും അടികൂടാനൊന്നും പോവല്ലേ? അയ്യോ എന്റെ അമ്മേ, ഇത് അടിയും പിടിയൊന്നും അല്ല, വശീകരണമാണ്. വശീകരണോ? ആ, ദുർഗാമ്മയെ വശീകരിച്ച് നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരാം. നടന്നത് തന്നെ. നീയും ആദ്യം തമ്മിലുള്ള വിവാഹം നടന്ന ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുക ദുർഗാമ്മ. ആ, അവിടെയാണ് നമ്മൾ സ്നേഹമന്ത്രം പ്രയോഗിക്കേണ്ടത്. സ്നേഹിക്കണം. സ്നേഹിച്ചാൽ ആരും ആത്മഹത്യ ചെയ്യില്ല മൈ മദർ. ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തുളസി വിചാരിച്ചാൽ നടക്കും. ദുർഗാമ്മയെ കൈപ്പിടിയിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. ആ, ഇത് തന്നെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. മാമൻ ഇങ്ങനെ രണ്ട് വഞ്ചിയിൽ കാല് വെച്ച് നിൽക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതേസമയം ദുർഗാമ്മയെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ അതായിരിക്കും ബുദ്ധി. കാര്യം നടന്നാലോക്കെ നടക്കും. തുളസി മോള് വിചാരിച്ചാൽ നടക്കും. എന്നാ ഈ നിമിഷം മുതൽ ഞാൻ വിചാരിച്ചിരിക്കുന്നു, എന്റെ ഇനിയുള്ള ശ്രമം ദുർഗാമ്മ എന്ന കുട്ടിച്ചാത്തനെ കുപ്പിയിലാക്കുക എന്നത് മാത്രമായിരിക്കും.
എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചതായിരുന്നില്ലേ? പിന്നെന്തിനായിരുന്നു അതിനിടയിൽ ഒരു കള്ളക്കളി?